ഇനി മറ്റൊരു വഴിയിലേക്ക് നമ്മുടെ സ്റ്റിയറിംഗ് എല്ലാം തിരിക്കുകയാണ്. ഒരു വർഷം മുൻപ് വരെ അങ്ങനെ കാര്യമായി ഒരു പ്രത്യേകതയും ഇല്ലാതിരുന്ന ഒരു നാട്ടിലേക്കാണ് നമ്മുടെ സലിം മാലിക്കും സംഘവും യാത്ര പോയത്. അപ്പോൾ തിരുവനന്തപുരത്തെ ഇടക്കോട് നിന്നും സലിം മാലിക് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇനി. ഇന്നത്തെ യാത്ര ഒരു കാർഷിക നാട്ടിലേക്കാണ്, ഒരു ഏലായിലേക്കാണ്. അവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിലെ മുതാക്കൽ ഗ്രാമപഞ്ചായത്ത്. അവിടെ അങ്ങനെ അധികം ആരും അറിയപ്പെടാതിരുന്ന ഇടയ്ക്കോട് എന്നൊരു സ്ഥലം. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 30 കിലോമീറ്റർ അപ്പുറമുള്ള ചെറിയ ഗ്രാമപ്രദേശം. അവിടെ ഇപ്പോൾ എന്തു പ്രത്യേകത എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അക്കഥയാണ് ഇനി കാണാൻ പോകുന്നത്. നമ്മളിന്ന് റൈഡ് ചെയ്യാൻ പോകുന്ന വാഹനം ഇതാണ്. ഈ ട്രാക്ടറിൽ വയലിലേക്ക് ഇറങ്ങുകയാണ് ഇവിടുത്തെ കർഷകർക്കൊപ്പം. ഇനി ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഇതിന്റെ യഥാർത്ഥ ഡ്രൈവർക്ക് കൈമാറാം. കുമാരേട്ടാ, ഇതാണ് കുമാരേട്ടൻ. കുമാരേട്ടൻ ഇവിടുത്തെ പാടശേഖര സമിതിയുടെ ഭാരവാഹിയാണ്. നമ്മൾ ഇവിടെ എത്താൻ കാരണം ഈ കർഷകരാണ്. ഇവിടേക്ക് പുറത്തുനിന്ന് നൂറുകണക്കിന് ആളുകളെ എത്തിച്ച, നാടിൻ്റെ പേരും പെരുമയും കാതങ്ങൾക്കപ്പുറം എത്തിച്ച ജാലവിദ്യക്കാർ. നൂറ്റാണ്ടുകാലം മുന്നേ കാർഷിക ഗ്രാമമാണ് ഇടയ്ക്കോട്. കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയ ഭൂപ്രകൃതി. കാലചക്രം തിരിയുന്നതനുസരിച്ച് നാട്ടുകാർ കൃഷിയെയും പതിയെ കൈവിട്ടു. 60 ഏക്കർ നീണ്ട വയൽ തരിശായി. വിരലെണ്ണാവുന്ന പാടങ്ങളിൽ മാത്രം കൃഷി ഒതുങ്ങി. കൃഷി ഞാർ നടുന്നതിനും മറ്റുള്ളതിനും കാര്യം കുഴപ്പമില്ലായിരുന്നു. അതിനെ വിളവെടുക്കുന്ന സമയത്ത് നമുക്ക് കൊയ്ത്തിന് ആളിനെ കിട്ടാത്ത ഒരവസ്ഥ വന്നു. അതിന് നല്ല പൈസ കൊടുത്താൽ പോലും ആളിനെ കിട്ടാത്ത ഒരവസ്ഥ വന്നപ്പോഴാണ് പലവരും തരിശിടാനായിട്ടുള്ള ഒരു കാര്യമായി മാറിയത്. ആളിനെ വെച്ച് കൊയ്യുമ്പോൾ നമ്മൾ ഇപ്പോഴും യന്ത്രത്തിൽ കൊയ്യുന്നത് ഒരു 2000 രൂപയ്ക്ക് കൊയ്യുന്ന ഒരു സാധനം ആളിനെ വെച്ചാണെങ്കിൽ ഒരു 20,000 രൂപയാവും. അപ്പോഴും നമുക്ക് അത് നഷ്ടമാണ്. നമ്മളെ കയ്യിൽ നിൽക്കാത്ത ഒരു സാഹചര്യം വന്നു. അങ്ങനെ വന്നപ്പോഴാണ് കൂടുതലും തരിശായി മാറിയത്. പിരപ്പമൺകാട് ഏല പാടശേഖര സമിതിയിലേക്ക് പുതിയ ഭാരവാഹികളെത്തിയതോടെ നാടിൻ്റെ കഥ മാറി. 10 ഏക്കറിൽ താഴെ മാത്രമുണ്ടായിരുന്ന കൃഷി 60 ഏക്കറിലേക്കും വ്യാപിപ്പിച്ചു. ഇന്ന് ഈ നാട്ടിൽ ഒരു നുള്ളുപാടം പോലും തരിശില്ല. എല്ലാ നാട്ടുകാരും കുടുംബശ്രീ പ്രവർത്തകരും എല്ലാവരും ഇടപെട്ട് ഇവിടെ ഒരു വയൽ പോലും തരിശില്ല. എല്ലാ വയലുകളും നല്ല രീതിയിൽ തന്നെ കൃഷി നടത്തുകയാണ്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ എളുപ്പത്തിൽ കുറേ ആളുകൾ ചേർന്നങ്ങ് കൃഷി ഇറക്കിയതല്ല. പലരുടെ ഉടമസ്ഥതയിലുള്ള പാടത്ത് വല്ലാതെ കഷ്ടപ്പെട്ടാണ് ഒന്നിച്ചവർ 100 മേനി കൊയ്തത്. സ്വന്തമായി കൃഷിക്ക് താല്പര്യമുള്ളവർക്ക് അതിനുള്ള എല്ലാ സൗകര്യവും ചെയ്തു നൽകി. നിലമുഴുതതും നിലമൊരുക്കിയതും വിത്ത് വിതച്ചതും പാടശേഖര സമിതി. പൊതുഞാറ്റടി നടത്തി എല്ലാവർക്കും ഞാറ് നൽകി. സ്വന്തമായി കൃഷിക്ക് താല്പര്യമില്ലാത്തവരുടെ വയലുകൾ പാടശേഖര സമിതി തന്നെ ഏറ്റെടുത്തു. നമ്മൾ കുറേ ക്യാൻവാസ് ചെയ്തെങ്കിലും കർഷകരാരും മുന്നോട്ട് വന്നില്ല. ഇതിനൊരു മുൻ നേതൃത്വത്തിലേക്ക് ആരും തന്നെ എത്തിയില്ല. കഴിഞ്ഞ വർഷങ്ങളിലാണ് നമ്മുടെ പുതിയ പാടശേഖര സമിതി, അൻഫാർ സാബു സാർ റിട്ടയർഡ് പ്രിൻസിപ്പളാണ്, അദ്ദേഹത്തിൻ്റെയൊക്കെ കീഴിലുള്ള കുറച്ച് യുവ ചെറുപ്പക്കാർ നമ്മുടെ കൃഷിയിലേക്ക് രംഗത്തിലേക്ക് വരികയും എല്ലാവരുടെ അനുവാദത്തോടു കൂടി എല്ലാവരുടെ പാടങ്ങളും എടുത്ത് നമുക്ക് ഇതുപോലെ ഒരു 15 ഹെക്ടറോളം നെൽകൃഷി നമുക്ക് ചെയ്യാൻ സാധിച്ചത്. സ്കൂളുകൾക്കും ലൈബ്രറികൾ ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾക്കും കൃഷി ചെയ്യാൻ അവസരമൊരുക്കി. അവനവഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കൃഷി ചെയ്ത നെല്ല് അരിയാക്കി നിറവ് എന്ന പേരിൽ ബ്രാൻഡും പുറത്തിറക്കി. ഞങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയ നെല്ല് ഉപയോഗിച്ചുകൊണ്ട് അത് പുഴുങ്ങി കുത്തി അരിയാക്കി നമ്മുടെ സ്കൂളിലെ ഒരു സ്പെഷ്യൽ ബ്രാൻഡ് അരിയാക്കി പുറത്തിറക്കുന്നത് കൂടി കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തു. ശ്രീ ഭൂതനാഥൻകാവ് ക്ഷേത്രവും ഇടയ്ക്കോട് മുസ്ലിം ജമാഅത്തും ഒന്നിച്ച് കൈപിടിച്ചു.
ഒപ്പം നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നതോടെ പാടശേഖര സമിതിക്കൊരു ഉപദേശക സമിതിയുണ്ടായി. നൂറുമേനിയുടെ ഒരു കൊയ്ത്തുകാലം കഴിഞ്ഞു. അടുത്ത കൃഷിക്കായി നിലമെല്ലാം ഒരുക്കി. അതിനായുള്ള വിത്തെറിയലാണ് ഇന്നിവിടെ നടക്കുന്നത്. നൂറ്റാണ്ടുകളായി ഈ നാട്ടിലെ ജലസ്രോതസ്സായി ഒരു ചെറുവെള്ളച്ചാട്ടം കൃഷിക്ക് സൗകര്യമൊരുക്കുന്നു. ഈ നാട്ടുകാരതിനെ വെറുതെ പിരപ്പമൺകാട് അണക്കെട്ടെന്ന് വിളിക്കും. ജോലിക്കിടയിൽ ഒന്ന് വിശ്രമിക്കാനായി ഇവിടത്തുകാർ നിർമ്മിച്ചതാണ് ഈ ഏറുമാടം. പക്ഷേ ഇപ്പോൾ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഈ പാടം കാണാനും ഒന്ന് ആസ്വദിക്കാനുമായി പുറത്തു നിന്നുള്ളവർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുന്നുണ്ട്. നല്ല സ്ഥലമാണ്, നല്ല കാഴ്ചകളാണ്. നല്ല രസമാണ്. എന്തെങ്കിലും വിഷമമൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ മനസ്സൊക്കെ ആസ്വദിച്ചിരിക്കാം. കാമൻ ക്വൈറ്റ് വെരി ബെസ്റ്റ്. 3 കൊല്ലം മുൻപാണ് ഒരു ചെറിയ നടവഴി മാറി പാടം മുറിച്ച് അതിന് നടുവിലൂടെ ഒരു റോഡുണ്ടായത്. അതിൻ്റെ വശങ്ങളിൽ ഇരിപ്പിടങ്ങൾ ഒരുക്കി സഞ്ചാരികളെ ഈ നാട് സ്വാഗതം ചെയ്തു. മാമമാറ്റിൽ നിന്നുള്ള നീരൊഴുക്ക് നന്നായി നടക്കാത്തതിനാൽ പാടശേഖരത്തിൽ വെള്ളം കയറും. കഴിഞ്ഞ തവണ മഴയും വന്ന് വിരട്ടി നോക്കി. അപ്പോഴേക്കും ചെയ്ത കൃഷി നശിച്ചു പോകുമെന്ന് പറഞ്ഞ് വ്യാകുലപ്പെടുന്ന പതിവ് കണ്ണീർ കഥയല്ലിവിടെ. ഇച്ഛാശക്തിയോടെ നാട് അതിനെയും ചെറുത്തു. നഷ്ടമായത് 10% മാത്രം കൃഷി. അങ്ങനെ പറഞ്ഞു തീരാത്തത്ര കഥയുണ്ട് ഈ നാടിന്. ഞാനിങ്ങനെ വേഷം കെട്ടിയത് ഈ സ്റ്റോറിയുടെ പൂർണ്ണതയ്ക്കായാണ്. പക്ഷേ ഇന്നാട്ടുകാർക്ക് കൃഷി ഒരു വേഷം കെട്ടലല്ല, അവരുടെ നാടിനെ തിരിച്ചുപിടിക്കലാണ്. ക്യാമറാമാൻ വിപിൻ വേളിക്കും ജിതിനുമൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.